ആയതുപോലെ ഇന്ന് 63 വ്യക്തികളെ ദൈവവചനം പഠിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച് വയലേലകളിലേക്ക് അയക്കുകയാണ്. Today we are sending out 63 men and women to go out and preach the gospel. വയലേലകളിലായിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള മെസ്സേജ് കഥാവിന്റെ വിലപ്പെട്ട ദാസനെ കൂടെ കേൾക്കുവാനിടയായി. We have heard from God's servant how we should do this ministry of preaching the gospel when we go out to proclaim. ഇതുപോലെ അയക്കപ്പെട്ടതായ ചിലരെ കുറിച്ച് ഒന്ന് രണ്ട് പേരെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. I just want to briefly share the testimonies of the people. 14 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇതുപോലെ ഗ്രാജുവേറ്റ് ചെയ്ത സ്റ്റുഡൻസിൽ ഒരാള് 14 years ago, a student graduated from this institution. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ബീഹാറിൽ നിന്ന് എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. He called me from Bihar and he told me like this. സാറേ, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 400-ലധികം വിശ്വാസികൾ ഇവിടെയുണ്ട്. Sir, I came to this place where there were no believers, and today in the church there are 400 believers. ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥിച്ചയക്കുന്നത് വയലേലകളിലേക്ക് പോയി കർത്താവിന്റെ സുവിശേഷം അറിയിച്ച് മരണത്തിലേക്ക് കൊണ്ടുവരുന്ന ജീവിതങ്ങളെ